ഉപമന്യു സാറിൻ്റെ ഓഡിയോ വർക്ക്ഷോപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു ആ വർക്ക്ഷോപ്പ്. ഫിലിമിൻ്റെ ഓഡിയോന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ആ ഒരു വർക്ക്ഷോപ്പിലൂടെ കൂടുതൽ പഠിക്കാൻ സാധിച്ചു. എൻ്റെ സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി അതിന് വിഷ്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് സൗണ്ട് വെച്ച്, കാരണം അത് ചെയ്തില്ല, ജസ്റ്റ് എൻ്റെ മൈൻഡിലുള്ളൊരു സാധനമാണ്. അപ്പം അതിനെ സൗണ്ട് വെച്ച് വർക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത് ലൈക്ക് എങ്ങനെയാണെന്നുള്ളത് അന്ന് കാണിച്ചു തന്നപ്പോൾ ലൈക്ക് ഡിഫറെൻറ്റ് ടേക്കായിരുന്നു. ആദ്യം നമ്മൾ തെയ്യം എന്ന് പറയുമ്പോൾ ആദ്യം ശരിക്കും എനിക്ക് തോന്നിയത് നമ്മുടെ കന്താരയൊക്കെ പോലത്തെ അങ്ങനത്തെ ഒരു സാധനമായിരിക്കും, കുറച്ച് ഈസ്റ്റേൺ ഉണ്ട്. പക്ഷേ ഡയറക്ടർക്ക് വേണ്ടത് ഒരു വെസ്റ്റേൺ പരിപാടി തന്നെയാണ് വേണ്ടത്. പുള്ളിക്ക് ഈസ്റ്റേൺ പരിപാടി, പക്ഷേ എന്നാൽ ഇലക്ട്രോണിക് വേണ്ട. അപ്പോൾ അതായിരുന്നു അത്ര പരിപാടി ആദ്യം ചെയ്തൊരു ഇലക്ട്രോണിക് ഇതായിരുന്നു. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. നമ്മളത് മാറ്റിയിട്ട് പിന്നെ കുറച്ചുകൂടെ റോ ആയിട്ടുള്ള അതൊക്കെ നല്ല തോട്ട് പ്രോസസ്സാണ്. പക്ഷെ അത് ഒത്തിരി ഇലക്ട്രോണിക് ആയിട്ട് കുറച്ചുകൂടെ റോ ടോണുകൾ മതി. ഇപ്പം എന്താ പറയുക, അപ്പം കറക്റ്റ് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു ചെല്ലോ തന്നെ വേണം. ചെല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ചെല്ലോ വായിക്കുന്ന പോലെ വേണ്ട, കുറച്ചുകൂടെ റഫായിട്ടുള്ള ടോൺ മതി അതിൻ്റെ എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഒരിടത്തും തൊടാത്തൊരു ഫീൽ വരും. അതായത് ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഫീല് വരുത്താനാണ്. അപ്പം അതൊക്കെ വളരെ സ്പെസിഫിക് ഡിസ്ക്രിപ്ഷനാണ് ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു ടോൺ വേണം. ഒക്കെ നല്ല സജഷനായിരുന്നു. വർക്ക്ഷോപ്പ് നമുക്കെല്ലാം ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഓൾസോ ഒരു ഡയറക്ടർ പെർസ്പെക്റ്റീവിനെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട്, ഇപ്പം നമ്മളൊക്കെ വിചാരിക്കും ഡയറക്ടർ ആകുമ്പം കഥ അല്ലെങ്കിൽ അത് എങ്ങനെ ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ മാത്രം മതി. പക്ഷേ ആ സെഷൻ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു നല്ല ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സൗണ്ടിനെ പറ്റി, എന്ത് മൂഡ് ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്ന ഒരു സീനിൽ, അതിനെയൊക്കെ പറ്റി പ്രോപ്പറായിട്ട് ഐഡിയ വേണം എന്നുള്ള കാര്യം മനസ്സിലായി. കുറച്ച് ടെക്നിക്കൽ പുതിയതായിട്ടുള്ള നോളജ് മനസ്സിലായി. ലോജിക് പ്രോ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ അകത്തുള്ള കുറേ കാറ്റഗറീസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റി പുതിയതായിട്ട്. സാറ് സ്പോട്ടിൽ കുറേ ടൂൺസ് എല്ലാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. ഒരു സിനിമയിലെ ഓഡിയോ ട്യൂണിങ് ഏത് പെർസ്പെക്റ്റീവിലൂടെ ചിന്തിക്കണം എന്നുള്ളത് സാറ് പറഞ്ഞു. താങ്ക് യു. അപ്പോൾ എനിക്ക് ബേസിക്കലി ഓഡിയോനെ കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സാറ് ഇത്തിരി സിമ്പിളായിട്ട് തന്നെ, പക്ഷേ പ്രൊഫഷണൽ ലെവലിൽ തന്നെ പറഞ്ഞു തന്നിരുന്നു ഓഡിയോൻ്റെ പല ആസ്പെക്റ്റുകളെ കുറിച്ചിട്ട്. അതുപോലെ പല ഇൻസ്ട്രുമെൻസിനെ കുറിച്ചിട്ട്, അത് ഉപയോഗിക്കുന്ന സിനാരിയോസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തന്നിരുന്നു. 2 ദിവസം കൊണ്ട് തന്നെ ഒത്തിരിയധികം കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതായത് ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് മാത്രമേ എന്തൊരു ചെയ്യാൻ പറ്റും സിനിമയ്ക്ക് വേണ്ടി. സോഫ്റ്റ്വെയറിലൂടെ ഒരൊറ്റ കീബോർഡിൽ നിന്ന് വായിച്ചിട്ട് ഏത് ഇൻസ്ട്രുമെൻ്റ് വേണമെങ്കിലും അപ്പോൾ തന്നെ നമുക്ക് റീക്രിയേറ്റ് ചെയ്ത് പാട്ടുകളിലേക്ക് അല്ലെങ്കിൽ ഓരോ സിനാരിയോയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ ഒരു വർക്ക്ഷോപ്പിൽ വന്നപ്പം കുറച്ചും കൂടെ ഈ സിനിമയിലെ സോങ്സ് എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതികളൊക്കെ ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ പറഞ്ഞ് അതിനനുസരിച്ച് BGMs ചെയ്യുന്ന എങ്ങനെയാണെന്നും, പിന്നെ അതിന് ഓരോ പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ലൈവായിട്ട് മ്യൂസിക് ചെയ്തപ്പോൾ നല്ല ലിറിക്സൊക്കെ എങ്ങനെ ഒരു വേർഡ് വെച്ച് പിന്നെ അടുത്ത വേർഡിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യണം, പിന്നെ ആ ഒരു ടൂണിൽ തന്നെ എങ്ങനെ വേർഡ്സ് എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ നല്ല രസമുണ്ടായി.